ഐ വാസ് ഡൂയിങ് മൈ മേക്കപ്പ്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഇടയ്ക്ക് പറ്റിയ അമ്മിളി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് കടകളിൽ പോയിട്ട് നമ്മൾ മേക്കപ്പ് ബ്രഷുകൾ സെലക്ട് ചെയ്യും. ഈ 2 ബ്രഷുകളുണ്ടോ, ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ? സാധാരണ ബ്രഷുകളൊക്കെ ഒരു ചില്ലുകൂട്ടിലിട്ട് വെച്ച പോലെ ഒരു പ്ലാസ്റ്റിക് ഇതിലാണ് നമ്മൾ കാണാറ്, ഒറ്റ ബ്രഷായിട്ട് അവർ കൊടുക്കുമ്പോൾ. ശരിക്കും നിങ്ങൾ ഫൗണ്ടേഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് ബ്രഷുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ഈ ഒരു ബ്രഷ് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചാണ്. ഞാനതിങ്ങനെ ചില്ലുകൂട്ടി കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ ഇതിന്റെ നേരത്തെ ഫൗണ്ടേഷൻ ബ്രഷ് പോലെ തന്നെയുണ്ട്, ഒരു വ്യത്യാസമില്ല. ആൻഡ് എനിക്ക് കളർ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. സോ ഞാനത് എടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എടുത്ത് വീട്ടിൽ വന്ന് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. നോട്ട് ബ്ലൈൻഡിങ്. ബ്രിസ്റ്റൽസ് ഇതുണ്ടോ, തീരെ സ്റ്റിഫല്ല, ഇങ്ങനെ പോകും. ഇത് നമുക്ക് ക്രീം പ്രൊഡക്ട്സുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. പൗഡർ പ്രൊഡക്റ്റുകൾ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ. വേണ്ടത് ഇങ്ങനത്തെ ബ്രഷുകളാണ്, അതായത് സ്റ്റിഫായിട്ടുള്ള ബ്രഷുകൾ. ഇതുണ്ടോ, ഇതിങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ടോ അനങ്ങില്ല, സ്റ്റിഫായിട്ട് നിൽക്കും, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും എൻ്റെ ഒക്കെ. അങ്ങനെ അമ്മിളി പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ